14-ാം വാർഡിലാണ് അപകടമുണ്ടായത്. ഓർത്തോ വിഭാഗം ഇവിടെ പ്രവർത്തിക്കുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. ഈ സമയത്ത് അപകടം നടക്കുന്ന സമയത്ത് 2 പേരാണ് അവിടെ ഉണ്ടായിരുന്നത്. ഒന്ന് ചെറിയൊരു കുട്ടിയാണ്. ആ കുട്ടിയെ വളരെ സാഹസികമായി രക്ഷപ്പെടുത്തിയ ആളുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. അല്പസമയം മുൻപ് കേട്ടത്. അദ്ദേഹത്തിന് കൈക്ക് ചെറിയൊരു പരിക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷേ വേറെ ബൈസ്റ്റാൻഡേഴ്സ് ആരും ആ സമയത്ത് ആ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നില്ല. ആകെ 2 പേരെയാണ് ഉണ്ടായിരുന്നത്. ആ 2 പേരെയും രക്ഷിക്കാൻ കഴിയും. നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ നമുക്ക് കൃത്യമായി കാണാം. അപ്പോൾ ഒരു വീൽ ചെയർ തകർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ തകർന്ന് വീണ് കിടക്കുന്ന ഈ മൺകൂമ്പാരത്തിൽ പല വസ്ത്രങ്ങളും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ വളരെ അപ്രതീക്ഷിതമായി ഉണ്ടായ അപകടമാണ്. ആളുകളെ വളരെ പെട്ടെന്ന് എന്തായാലും മാറ്റാൻ കഴിഞ്ഞു. 2 പേരാണ് ആ സമയത്ത് രോഗികളായി ഈ വിഭാഗത്തിൽ, ഈ ഓർത്തോപീഡിക്സ് വിഭാഗത്തിൽ ആ സമയത്ത് ചികിത്സയിലുണ്ടായിരുന്ന. ഒരു കുട്ടിയും ഒരു സ്ത്രീയും 2 പേരെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ലേഡി ഉണ്ടായിരുന്നു, 45 ഇയേഴ്സ്, ചെറിയൊരു ലാസറേഷൻ സൈഡ് ഇഞ്ചുറീസ് ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ഡോർ ഉണ്ടായിരുന്നു, അതിൽ പിടിച്ച് 2 പേരായിട്ട് കൊണ്ടുപോയി. കുഴപ്പമില്ലാത്ത ഇഞ്ചുറീസ്. ഈ കെട്ടിടം പ്രവർത്തിക്കുന്ന കെട്ടിടമാണോ? അല്ല, ഇത് റൂഡിമെന്ററി യൂസ് ചെയ്യുന്നില്ല. 2 പേരും, ഒരു ലേഡി, ഒരു 45 ഇയേഴ്സ് ഒരു ലേഡി ഉണ്ടായിരുന്നു. ആ ലേഡിക്ക് മൈനസ് സ്ക്രാച്ചസേ ഉള്ളൂ. സ്ട്രെച്ചറിലും ഉണ്ട്, കാഷ്വാലിറ്റി എത്തിച്ചിട്ടുണ്ട്. എല്ലാം ഫാസ്റ്റ് ആയിരുന്നു, ഒരു ഡിലേ ഉണ്ടായിരുന്നില്ല. എല്ലാം റാപ്പിഡ് ഫാസ്റ്റ് കൺട്രോൾ ആയിരുന്നു. ഒരു കുഴപ്പമില്ല, കൺട്രോളിലാണ്. ടോട്ടൽ 2+1. ഒരാൾക്ക് ചെറിയൊരു ഇഞ്ചുറി. 2 പേരെ പിന്നെ പ്രശ്നം ബോർഡിലുള്ള ആൾക്കാരെ ഒരു കൊച്ചുകുട്ടി വാർഡിലുള്ള ആൾക്കാരെ മുഴുവൻ ഷിഫ്റ്റ് ചെയ്യേണ്ടതായിരുന്നു ഏറ്റവും വലിയ ചാലഞ്ച്. അത് ഫാസ്റ്റ് ആയിട്ട് എല്ലാവരും ടീമായിട്ട് റാപ്പിഡായിട്ട്. അല്ല, സർജറി ഓർത്തു. ഇപ്പം ഇതിന്റെ അകത്ത് സെർച്ച് ചെയ്തോണ്ടിരിക്കുക ആരെങ്കിലും ഉണ്ടോ നോക്കാനായിട്ട്. അവിടെ ഫയർഫോഴ്സുകാരൊക്കെ വന്നിട്ടുണ്ട്, അത് നോക്കിക്കൊണ്ടിരിക്കുക. രണ്ട് പേര് ഇതിന്റെ സൈഡിലുണ്ടായിരുന്നു. സൈഡിൽ ഒരാൾക്ക് ചെറിയൊരു ചെറിയൊരു സൈഡിൽ അറിയാം. മൊത്തം ആകെ 3 പേർ. അതിൽ 2 മുതിർന്നവർ, ഒരു 6 വയസ്സുള്ള 5 വയസ്സുള്ള ഒരു പ്രായമുള്ള ഒരു പെൺകുട്ടി. അങ്ങനെ മൊത്തം ആകെ 3 പേരെന്നാണ് പറയുന്നത്. എന്തായാലും 2 മുതിർന്ന ആളുകളാണ്, മറ്റേ ഒരു കുട്ടിയാണ്. കാര്യമായി പരിക്ക് ഇല്ല, ചെറിയ രീതിയിലുള്ള പരിക്ക്. ആരും കുടുങ്ങിക്കിടപ്പില്ലല്ലോ, അത് സ്ഥിരീകരിച്ചു കഴിഞ്ഞോ? ആളുകൾ അവിടെ ഉണ്ടായിരുന്നോ? ആ രജിസ്റ്റർ ഒക്കെ പരിശോധിച്ച് ആരും കുടുങ്ങിക്കിടക്കുന്നില്ല എന്ന് ഉറപ്പിച്ചോ ഷിനോജ്? അത് ഇല്ല, സ്ഥിരീകരണത്തിലേക്ക് നിലവിൽ പോലീസ് ഇപ്പോൾ എത്തിയിട്ടില്ല. കാരണം ആ തരത്തിലുള്ള തെരച്ചിലൊക്കെ തന്നെ, പരിശോധനകളൊക്കെ തന്നെ നടക്കുന്നേ ഉള്ളൂ. കാരണം ഇതിന്റെ അകത്ത് 3 നില കെട്ടിടമാണ്. 3 നില കെട്ടിടമാണ്. അതിനാൽ തന്നെ ഇതിനടിയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് സംബന്ധിച്ച് ഒരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തില്ല. എങ്കിലും പ്രാഥമികമായ പോലീസിന്റെ നിഗമനം എന്ന് പറയുന്നത് ഇതിനുള്ളിൽ ആരും തന്നെ കിടപ്പില്ല എന്നതാണ് പോലീസിന്റെ നിലവിലെ നിഗമനം എന്ന് പറയുന്നത്. എന്തായാലും പരിശോധന ഇപ്പോഴും തുടരുകയാണ്. 3 നില കെട്ടിടമാണ്. അല്പസമയം, ഒരു 20 മിനിറ്റ് മുൻപാണ് ഇത്തരത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിലെ സർജറി ഓർത്തോ വാർഡിലെ 14-ാം നമ്പർ വാർഡ് ഇത്തരത്തിൽ ഇടിഞ്ഞു താഴ്ന്നത്. 3 നില കെട്ടിടമാണ്. ഇതിന് കാലപ്പഴക്കമുണ്ടോ എന്ന് സംബന്ധിച്ചൊക്കെ എത്ര കാലമായി ഈ വാർഡ് കെട്ടിടം പ്രവർത്തിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തത വരണം. എന്തായാലും ആകെ 3 പേർ, അതിൽ 2 മുതിർന്നവരും ഒരു 5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയുമാണ് ഉണ്ടായിരുന്നതെന്നാണ് നാട്ടുകാർ ഇപ്പോൾ ഈ ഇവിടെ വന്ന ഈ സമയത്ത്, അപകട സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആളുകളിൽ നിന്നൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഇതിനകത്ത് ഈ വാർഡിൽ ഉണ്ടായിരുന്ന മറ്റ് ആളുകളെ അവരെ പുറത്തേക്ക് കൊണ്ടുവരുന്നതായിരുന്നു. എന്തായാലും മുഴുവൻ ആളുകളെയും, വാർഡിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും ഒക്കെ തന്നെ ഇവിടെ നിന്നും സുരക്ഷിതമായി കുടുങ്ങിക്കിടക്കുന്നു എന്ന കാര്യത്തിൽ ഇനിയും സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അവിടെ പരിശോധനകൾ നടക്കുകയാണ്.